ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഈസ്റ്റർ വെക്കേഷനൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചുമ്മാ ഒരു റോഡ് ട്രിപ്പൊക്കെ ഒരു 3 days പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഓൺ ദ വേയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയാണ്. ഇവിടെ പക്ഷേ കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. ഇതൊരു പെട്രോൾ സ്റ്റേഷനാണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ തന്നെ ആനിമൽസൊക്കെ വരും. പക്ഷെ നമ്മൾ ആക്ച്വലി ഇവിടെ ഓസ്ട്രിച്ചിനെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നിനെയും കണ്ടില്ല ഇവിടെ. പക്ഷേ നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഒരു ചെറിയൊരു തണുപ്പും പിന്നെ നല്ലൊരു വ്യൂവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇതൊരു 3 days ട്രിപ്പാണ്. നമ്മളിപ്പം ഫസ്റ്റ് ഡേ കുറച്ച് വാട്ടർഫോൾസ്, വ്യൂ പോയിൻറ്റ്സ് അങ്ങനെയൊക്കെ ആദ്യത്തെ 2 ദിവസങ്ങൾ പോയിട്ട് അതിന് ശേഷം പിന്നെ ഒരു ക്രൂഗർ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാർക്കുണ്ട്. ഒരു വൈൽഡ് ലൈഫ്, നമുക്ക് ബിഗ് 5 ഇത് ആനിമൽസിനൊക്കെ കാണാനായിട്ടൊക്കെ സഫാരി പോകുന്നതൊക്കെ. അപ്പം അവിടെയാണ് 3rd day പോകുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു കാഴ്ച കൂടെ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, അതാണ് ഞാൻ വന്നത്. അപ്പം നമുക്ക് എനിവേ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു മാസം മുമ്പേ തന്നെ തീരുമാനിച്ചാണ് ഈ ഒരു ലോങ് വീക്കെൻഡ് വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ദൂരെ ഒരു യാത്ര പോകണം എന്നുള്ളത്. സൗത്ത് ആഫ്രിക്കയിൽ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും എല്ലാം പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാനായിട്ട് കൂടുതലായിട്ടുള്ളതും. അതൊന്നും നമുക്ക് ഒരു ദിവസത്തേക്ക് പോയിട്ട് വന്നിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമല്ല. നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ഒരു 4-5 മണിക്കൂറെങ്കിലും ഡ്രൈവ് ചെയ്തൊക്കെ പോകേണ്ട ഒരു സ്ഥലമാണ്. അതും അവിടെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് കാലമായെങ്കിലും ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും ഈ ജോനാസ്ബർഗ് വിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീക്കെൻഡ് നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ച സ്ഥലമാണ് സാബി, ഗ്രാസ്കോപ്പ്, ക്രൂഗർ നാഷണൽ പാർക്കൊക്കെ. അപ്പം അവിടേക്കുള്ള യാത്രയാണ് ഏറ്റവും മനോഹരമാക്കുന്നത് ആ ഒരു ഡെസ്റ്റിനേഷനേക്കാളും. അതുപോലെ അടിപൊളിയാണ് അങ്ങോട്ടേക്കുള്ള വഴികളൊക്കെ. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകളും അതിൻ്റെ ഇരുവശത്തും മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയൊരു സ്ഥലമാണ്. അവിടെ വരുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്നാണ് അവർ ഈ കാണിച്ചു വയ്ക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഓസ്ട്രിച്ചിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുറച്ച് സ്ട്രിപ്സും അതുപോലെ തന്നെ കുറച്ച് ബർഗറും ഒക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇവിടെ എത്തിയപ്പം ഒരു 8-8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും നമുക്ക് അത്രയും തന്നെ ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം അവിടെ ചിലവഴിക്കാനായിട്ട് നിന്നില്ല. നമ്മൾ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തേക്കുന്നത് കുറച്ച് വാട്ടർഫോൾസും വ്യൂ പോയിൻറ്റ്സും ഒക്കെ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചു. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ചില കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിർത്തുന്നത് കാരണം നമ്മൾ പ്രതീക്ഷിച്ച സമയത്തിനേക്കാളും കുറച്ചും കൂടെ താമസിച്ചാണ് നമ്മൾ അവിടെ എത്തിയത്. ഇതാ കണ്ടോ, എന്ത് മനോഹരമാണ് ഈ ഒരു കാഴ്ചകളൊക്കെ. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ കണ്ടല്ല ആസ്വദിക്കേണ്ടത്. അതൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെയൊക്കെ ആ ഒരു ശരിക്കുള്ള ഭംഗി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ എത്തിച്ചേർന്നത് ലോങ് ടേം ടൊബോഗൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആഫ്രിക്കയിലെ ഫസ്റ്റ് ടൊബോഗൻ റൺ ആണ് ഈ പറയുന്നത്. ഇതിന് 1.7 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഞാൻ റീൽസിലൊക്കെ കണ്ടതുകൊണ്ട് തന്നെ എന്തായാലും ചെയ്യണം, ഈ ആക്ടിവിറ്റി ചെയ്യാം, രസമാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പം ബെൻസൺ പോപ്പിയായിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു സ്ഥലമൊക്കെ കണ്ടോ, നല്ല അടിപൊളിയല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ പറയുന്നതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഒരു ഏരിയയൊക്കെ. ഇപ്പം പോപ്പിയായിട്ട് അവിടെ ബെൻസൺ എന്തായാലും ഈ ആക്ടിവിറ്റി ചെയ്യാൻ വരുന്നില്ല. അപ്പോൾ അവരവിടെ നിൽക്കാം, ബാക്കി ഞങ്ങൾ 3 പേരും പോയി ആക്ടിവിറ്റി ചെയ്തിട്ട് വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയത്. ആ ഒരു സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് സ്കൂൾ പിള്ളേരെല്ലാം കൂടെ അവരെ സ്കൂളിൽ നിന്ന് ടൂർ പോലെ എന്തോ വന്നിട്ട് അവരൊരു 10-30 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി ടിക്കറ്റ് എടുത്ത കാരണം നമ്മളിനി അവരുടെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ഡിലേ വരുന്നത് കാരണം ഞങ്ങൾ അവിടെ അന്വേഷിച്ചു നമുക്ക് ഇന്നിത് ചെയ്യാൻ പറ്റുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഈ സെയിം ടിക്കറ്റ് കൊണ്ട് വരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ദിവസം വന്ന് ആക്ടിവിറ്റി ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ ഇനി ഇവിടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, തിരിച്ചു വരുന്നതും എന്തായാലും ഈ വഴിയാണ്, അപ്പോൾ നമുക്ക് തിരിച്ചു വരുന്ന ദിവസം ഇവിടെ കയറാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കും പോപ്പിക്ക് ഇതൊന്നും വിട്ട് വരാനായിട്ട് റെഡി അല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കും ഇതൊക്കെ ഒന്ന് കയറാം, എന്തായാലും തടി കൊണ്ടുള്ളതാണ്, അത് ഇച്ചിരി സ്ട്രോങ് ആണെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് കയറിയത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ അവനുമായിട്ട് പോയത്. ഉടനടി അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളും അതൊക്കെ കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ചു. ഇറങ്ങി വാ, തള്ളിക്കറ്റി വാ, മനപ്പൂർവ്വം ഇങ്ങനെ അത്രേ ഉള്ളൂ.
ഫാമിലി ആയിട്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു ഈ കാണുന്നത്. ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ നേരമായിട്ട് പോസ്റ്റായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്തു ഇനിയിപ്പം നാളെ രാവിലെ വന്നിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യാം. ഇന്നിപ്പോൾ പോയിട്ട് ബാക്കി കാണാനുള്ള വാട്ടർഫോൾസ്, വ്യൂ പോയിൻറ്റ്സ് അതൊക്കെ കാണാമെന്ന്. അല്ലെ പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് വെറുതെ തീരും. എല്ലാം 5 മണി വരെയൊക്കെ ഉള്ളൂ. അപ്പം നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. മിസ്റ്റി മൗണ്ടൻ സാബി എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നൊരു ഇമേജാണ് ഈ ഒരു ഇൻഫിനിറ്റി പൂളും അതിനോട് ചേർന്നുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂവും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു വാക്കുമായിരിക്കും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ, അടിപൊളി വ്യൂ എന്നൊക്കെ. കാരണം അതങ്ങനെ തന്നെയാണ്. അതിന് വേറെ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനൊന്നും എനിക്കറിയില്ല. അതുപോലെ രസമായിരുന്നു ഈ പല കാഴ്ചകളും. അവിടുന്ന് ഞങ്ങൾ ആ ഒരു വ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് വാട്ടർഫോൾ കാണാനായിട്ടാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതുപോലത്തെ കുറച്ച് ആനിമൽസും ഇതുപോലത്തെ ഈ ഒരു കുറച്ച് ആഫ്രിക്കൻ പ്രൊഡക്ട്സ് ഒക്കെ. അതിവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങണം എന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നോർമൽ റേറ്റിനേക്കാളും കുറച്ച് കത്തിയാണ് ഇവിടുത്തെ വിലയൊക്കെ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കി വെച്ചിട്ട് ഞങ്ങൾ എന്നാൽ വാട്ടർഫോൾ കാണാമെന്ന് വിചാരിച്ച് പോയി. ലോൺ ക്രീക്ക് ഫോൾസ് എന്നാണ് ഈ ഒരു വാട്ടർഫോളിൻ്റെ പേരെന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ഈ 2-3 വാട്ടർഫോൾസ് ഞാൻ കണ്ടതിൽ നിന്ന് എനിക്ക് നമ്മുടെ നാട്ടിലെ ഒരു വാട്ടർഫോളും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഞാൻ നമ്മുടെ നാട്ടിലെ ആതിരപ്പള്ളി വാട്ടർഫോളും ഒക്കെ ആയിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല വീതിയിൽ നല്ലതായിട്ട് ഒഴുകുന്ന വാട്ടർഫോൾ ആണെങ്കിൽ ഇവിടുത്തെ വാട്ടർഫോൾ കണ്ടതെല്ലാം ഒരു നേർത്ത ഒരു അധികം വീതിയൊന്നും ഇല്ലാതെ ഒഴുകുന്ന വാട്ടർഫോളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഓട്ടം സീസൺ തുടങ്ങിയോണ്ട് തന്നെ ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മുടെ ദേഹത്തേക്ക് തെറിക്കുന്ന ആ വെള്ളത്തുള്ളികളൊക്കെ ആണെങ്കിൽ നല്ല തണുത്തിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാനും ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ആക്ച്വലി കുറച്ച് മുകളിലേക്കൊക്കെ പോയി ആ വ്യൂ കാണാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ടു. കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരും ടയേർഡായതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയും മതി, നമുക്ക് നേരെ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കാം, നാളെ മുതൽ കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ താമസിച്ച വീട്. സെക്കൻഡ് ഡേയിലേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് കാണിക്കും. ഇന്നലെ വൈകിട്ട് വന്ന് നല്ല ടയർഡായിരുന്നു, അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഇതപ്പുറം പിന്നെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ടൊരു ഏരിയ ഉണ്ട്. പിന്നെ ഞാൻ ക്യാമറ തിരിച്ചിട്ട് കാണിക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയൊക്കെ ആളുകൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ താമസിക്കുന്നതും കിച്ചൺ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീട് പോലൊക്കെ ഉള്ളതായിരിക്കും. അപ്പം ഈ കാണുന്നതാണ് ലിവിങ് റൂം. അത് കഴിഞ്ഞ് കടന്നു വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയയും അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയൊരു ബെഡും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് നമുക്കൊരു ബെഡ്റൂം വരുന്നത്. ആ ഒരു ബെഡ്റൂം അത്യാവശ്യം എല്ലാം കുറച്ച് അലമ്പാട്ടോ. ഞങ്ങൾ വേഗം രാവിലെ റെഡി ആയതുകൊണ്ട് തന്നെ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അതിനോട് ചേർന്നൊരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയും അതിൻ്റെ അപ്പുറത്തൊരു ബാത്റൂമും ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതായി കാണുന്ന ഒരു കിച്ചണുണ്ട്. കിച്ചണിൽ വേണ്ട പാത്രങ്ങളും അതുപോലെ ഫ്രിഡ്ജും എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴത്തേക്കും അടുത്തൊരു ബെഡ്റൂമാണ് വരുന്നത്. ആ ഒരു ബെഡ്റൂമും കുറച്ച് അലമ്പാണ് കേട്ടോ, അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട. ആ ഒരു ബെഡ്റൂം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കുള്ളത് കോമൺ ആയിട്ട് വരുന്ന ഒരു വാഷ് ഏരിയയും അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റുമാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത്. അത് നമുക്കറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് തന്നെ നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അതുപോലെ തന്നെ സിപ്പ് ലൈൻ ആക്ടിവിറ്റി, പിന്നെ ബിഗ് സ്വിങ്, പിന്നെ ഒരു ഫോറസ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങാനായിട്ടൊരു ലിഫ്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇന്ദു സിപ്പ് ലൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇന്ദു സിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല പേടിയായതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അത് ചെയ്യില്ല എന്ന് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു. അവിടെ വലിയ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിൽ പോലും പോകാനായിട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. ഈ ഒരു സമയത്ത് ആക്ച്വലി ഞങ്ങളുടെ കാർ ചെറിയ പണി തന്നു. അത് രാവിലെ തണുപ്പായിട്ട് സ്റ്റാർട്ട് ആകുന്നില്ലായിരുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നതാണ്. ബെൻസൺ അപ്പോഴത്തേക്കും കാർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ബെൻസൺ ഈ ഒരു വീഡിയോസിലൊന്നും ഇല്ല. അപ്പം ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഞാൻ പോയത് തന്നെ പിടിച്ച് പതുക്കെ പേടിച്ചാണ്. സൈഡിലോട്ടൊന്നും ഞാൻ നോക്കാനായിട്ട് നിന്നില്ല. ഇതാണ് നമ്മുടെ സിപ്പ് ലൈൻ, ആ ഒരു ഓപ്പോസിറ്റ് നിന്ന് ഇങ്ങേ അറ്റം വരെ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഒരു ബിഗ് സ്വിങ്. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും സമ്മതിക്കണം കേട്ടോ. എനിക്ക് ഇതൊക്കെ നോക്കി കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയാണ്. പക്ഷേ ഈ താഴെ കാണുന്നത് ഒരു ഫോറസ്റ്റാണ്. അവിടേക്കാണ് നമ്മൾ ഈ ഒരു ലിഫ്റ്റ് വഴി ഇറങ്ങുന്നത്. തിരിച്ച് ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെ തന്നെ വരണമല്ലോ എന്നുള്ളൊരു പേടി കാരണം ആൾക്കാരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ പതുക്കെ ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് വന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ലിഫ്റ്റിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി. അത് നല്ല സ്ലോയിലായതുകൊണ്ട് തന്നെ എനിക്ക് അതിലും വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഓർക്കും എനിക്ക് എല്ലാത്തിലും പേടിയാണ്. സത്യം പറഞ്ഞാൽ ഈ ഹൈറ്റ് വരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നല്ല പേടിയാണ്. അപ്പം ഇത് നമ്മൾ ലിഫ്റ്റ് പതുക്കെ ആ ഒരു ഫോറസ്റ്റിലേക്ക് ഇറങ്ങുകയാണ്. അത് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു പതുക്കെ നമ്മൾ ആ ഒരു ഫോറസ്റ്റിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു വാട്ടർഫോളും അതുപോലെ തന്നെ ആ സൈഡിൽ കണ്ടോ ബിഗ് സ്വിങ് ചെയ്യുന്ന ആൾ അതുവഴി സ്വിങ് ചെയ്യുന്നത് കണ്ടോ.
അതുപോലെ തന്നെ ആ ഒരു താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു വെള്ളത്തുള്ളികളൊക്കെ നമ്മുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും അതൊക്കെ ആക്ച്വലി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശരിക്കുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതേ എക്സ്പീരിയൻസും ആ ഒരു ഇതൊക്കെ തന്നെ ആയിരിക്കാം ഈ ബിഗ് സ്വിങ് ചെയ്യുന്ന ആൾക്കും സിപ്ലൈൻ ചെയ്യുന്ന ആൾക്കും ഒക്കെ ഫീൽ ചെയ്യുക. പക്ഷേ എനിക്കെന്തോ അതൊന്നും ചെയ്യാനൊരു ധൈര്യമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ താഴേക്കിറങ്ങി. ആ താഴേക്കിറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിങ്ങനെ നടക്കാനായിട്ട് അവരൊരു പാത്തുണ്ട്. ഇതുവഴി തന്നെ നമ്മളിങ്ങനെ ചുറ്റും കറങ്ങി ഇങ്ങനെ നടന്നു വന്ന് തിരിച്ച് ആ ലിഫ്റ്റിൻ്റെ അവിടെ തന്നെ എത്തുന്ന പോലെയാണ്. പക്ഷേ അല്ലാതെ നമുക്ക് ആ ഒരു കാടിനുള്ളിലേക്ക് വേറെ വഴിക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. അവരവിടെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ആനിമൽസ് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഏതൊക്കെ ആനിമൽസിൻ്റെ ആണെന്നൊക്കെ അവരവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പാത്തും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ നമ്മൾ നടക്കുന്നു. അതുപോലെ തന്നെ ചെറിയ മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പം അത് നമ്മുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ പറയുന്നതൊക്കെ. ഇവിടെ ഇന്ന് ധാരാളം ഫോട്ടോസും അതുപോലെ തന്നെ ഒരു ഡാൻസ് റീലും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല രസമായിരുന്നു ഇവിടെ നിൽക്കാനായിട്ട്. കാരണം ആ ഒരു ഫോട്ടോസിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് ഇവിടെ എന്നുള്ളതൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ആ ഒരു വാട്ടർഫോൾ, നമ്മൾ മുമ്പ് കണ്ട ആ വാട്ടർഫോൾ താഴെ പതിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. ദാ ഈ കാണുന്നത്. അവിടെ ഇന്ന് നമ്മൾ കുറച്ച് നേരം ആ ഒരു വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ബാക്കി ആ ഒരു ഫോറസ്റ്റിലേക്ക് നടക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു. നമ്മൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആക്ച്വലി ഈ കയറ്റവും ഇറക്കവും ഒക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ചെറിയ ഒരു കാലുവേദനയൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. ഇതും ഒരു സ്വിങ് ആണ് കേട്ടോ. പക്ഷേ ഈ ഒരു സ്വിങ് ഒന്നും എനിക്ക് വലിയ പേടിയില്ലായിരുന്നു. കാരണം അത് വലിയ ഹൈറ്റിലൊന്നും അല്ലല്ലോ. അതിൻ്റെ തൊട്ട് താഴെ കൂടെയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതൊക്കെ. അവിടുന്ന് നമ്മുടെ ദേഹത്തേക്ക് ആ ഒരു വെള്ളമൊക്കെ തെറിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നു ആ ഒരു തണുപ്പിനുമൊക്കെ. ഇതിനുള്ളിൽ നമുക്ക് നടക്കാനായിട്ട് അവർ വെച്ചിരിക്കുന്ന ആ ഒരു പാത്തും അതുപോലെ തന്നെ സൈഡിൽ കുറച്ച് സ്റ്റെപ്പുകളുമൊക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ ബെൻസനെ കുറേ തവണ വിളിച്ചു, വാ 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബെൻസൺ എന്തായാലും ഇത്ര സമയമായില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ബെൻസൺ ഇതിലേക്ക് വന്നില്ല. പക്ഷേ ബെൻസന് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ ഒരു കാഴ്ചകളെന്ന് പറയുന്നത്. ആ ഒരു വാട്ടർഫോളൊക്കെ കണ്ടോ, കാടിന് നടുവിൽ കൂടി ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ. ഈ ഒരു ഫോറസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണെന്നും നമ്മളല്ലെങ്കിൽ കേട്ട ശബ്ദങ്ങൾ അല്ലെങ്കിൽ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് അവരവിടെ ഒരു ലിഫ്റ്റിനടുത്തായിട്ട് തന്നെ ബോർഡ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോറസ്റ്റിനെ പറ്റിയിട്ടൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇൻഫർമേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും പോപ്പി ബബിൾ വേണം എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് പിനക്കിൾ റോക്ക് കാണാനായിട്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 30 മീറ്റർ ഉയരത്തിൽ ഈ ഒരു ഒറ്റ ഇതായിട്ട് കാണുന്ന ഈ ഒരു റോക്കാണ് പിനക്കിൾ റോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കാട്ടിൽ നിന്നാണ് ഈ ഒരു റോക്കിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു അത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഗോഡ്സ് വിൻഡോ എന്ന് പറയുന്നൊരു വ്യൂ കാണാനായിട്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കുറച്ച് മുകളിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോകുന്ന വഴിയിൽ തന്നെ നല്ല മിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ അത് കാണാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ ലിസ്ബൺ ഫോൾസ് കാണാനായിട്ടാണ് പോയത്. അവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വരുന്ന വഴിയിൽ ആ ഒരു സൈഡിലായിട്ട് കുറച്ച് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടത്തിലെങ്കിലും ഇറങ്ങി ഒന്ന് കാലെങ്കിലും നനയ്ക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോയി. അപ്പോഴത്തേക്കാണ് പോപ്പിയുടെ ആ ഒരു ബബിളിനകത്തെ വെള്ളമെല്ലാം താഴെ പോയെന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേറെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഇവിടെയും ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഷോപ്സൊക്കെ. പിന്നെ എല്ലായിടത്തും ഏകദേശം ഒരുപോലത്തെ ഐറ്റം ആയതുകൊണ്ട് നമുക്ക് വാങ്ങാൻ ഉദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ടും അതൊന്നും അങ്ങനെ നോക്കാനായിട്ട് നിന്നില്ല. അങ്ങനെ ഇതാണ് നമ്മൾ ആ ഒരു വാട്ടർഫോളിൻ്റെ അവിടേക്ക് ഇറങ്ങുന്ന ആ ഒരു പാത്തെന്ന് പറയുന്നത്. താഴേക്ക് ഓടിച്ചാടി പോയത് തന്നെ ആ ഒരു വെള്ളത്തിൽ കാല് നനയ്ക്കാം എന്നൊക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒന്ന് കൈ തൊട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നുകൊണ്ട് ഞാൻ അതിനൊന്നും മുതിർന്നൊന്നുമില്ല. കാരണം അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു ആ ഒരു വെള്ളത്തിനൊക്കെ. പക്ഷെ അവിടെ നിന്ന് കണ്ട വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഈ ഒരു അവധി ദിവസങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളഞ്ഞിരുന്നെങ്കിൽ എനിക്കത് വലിയ നഷ്ടമായിട്ട് തന്നെ തോന്നിയേനെ. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളി ഫോട്ടോസൊക്കെയാണ് അവിടെ നിന്ന് എടുത്തത്. ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിലും പോപ്പി ആ വെള്ളത്തിൽ കാല് നനച്ച് കുറച്ച് നേരം കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഈ തണുപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ നിർബന്ധത്തിനാണ് ആൾ ഈ ജാക്കറ്റ് പോലും ഇടുന്നത്. ഈ കാണുന്ന വെള്ളമാണ് ഒഴുകി നമ്മൾ മുമ്പേ കണ്ട ആ ഒരു വെള്ളച്ചാട്ടമായിട്ട് താഴേക്ക് പോകുന്നത്. അവിടെ നിന്ന് കാണുന്ന ആ ഒരു കാഴ്ചയെന്നൊക്കെ പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്ന കാഴ്ചയാണ്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും പോയത് ബോക്സ് ലക്ക് പൊത്ത്ഹോൾസ് എന്ന് പറയുന്ന ഒരു ഭാഗ്യക്കുഴികൾ കാണാനായിട്ടാണ്. ഈ ഒരു കുഴികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം വരുമെന്നാണ് പറയുന്നത്. എനിവേ നമുക്ക് ഭാഗ്യം വരുമോ ഇല്ല എന്നുള്ള കാര്യം നോക്കിക്കാണാം. ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴികൾ. അതൊക്കെ കാണാനാണെങ്കിലും എന്ത് രസമാണല്ലേ. ആദ്യം തന്നെ ഞാൻ ആ ഒരു ഭാഗ്യക്കുഴികൾ കാണാനായിട്ട് ഓടിപ്പോയി. നമുക്ക് ആദ്യമേ തന്നെ ഭാഗ്യം വന്നാലോ. ഈ ഒരു സമയത്ത് പോപ്പി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ബോക്സ് ലക്ക് പൊത്ത്ഹോൾസ് എന്ന് പറയുന്ന നമ്മുടെ ഭാഗ്യക്കുഴികൾ.
ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ തന്നെ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ ഒരു കുഴിയിലേക്ക് അത് വീഴുന്ന കാണാനായിട്ടൊക്കെ ആണെങ്കിലും നല്ല രസമായിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഉള്ള ആ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ അവിടേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഡാൻസ് റീൽസും അതുപോലെ തന്നെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. ഇവിടെ എല്ലാം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ആകും. അപ്പോൾ പിന്നെ ഇനി ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവാം. ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കണം. കുറച്ച് നേരം നമ്മൾ കാടും ഒക്കെ കളിച്ച് അന്നത്തെ ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ 3rd ഡേ പോകുന്നത് ക്രൂഗേഴ്സ് നാഷണൽ പാർക്കിലേക്കാണ്. അങ്ങനെ നമ്മൾ 3-ാം ദിവസം പോയത് ക്രൂഗർ നാഷണൽ പാർക്കിലേക്കാണ്. സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഒരു നാഷണൽ പാർക്കാണ് ഈ പറയുന്ന ക്രൂഗർ നാഷണൽ പാർക്ക്. 2 മില്യൺ ഹെക്ടേഴ്സാണ് ഇതിൻ്റെ വലുപ്പം. ഏകദേശം ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അത്രയും വലുപ്പമുണ്ട് ഈ ഒരു നാഷണൽ പാർക്കിന്. ഇതിൻ്റെ ആ ഒരു ഗേറ്റിൽ നമ്മൾ എൻട്രി ചെയ്ത് നമുക്ക് നമ്മുടെ കാറുകളിൽ തന്നെ ഈ ഒരു നാഷണൽ പാർക്കിനുള്ളിൽ തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ വണ്ടിയിൽ ഇവരുടെ ഗൈഡ് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ നമ്മുടെ കാറിൽ തന്നെ പോകാനായിട്ടാണ് ഓപ്റ്റ് ചെയ്തത്. ഈ ഒരു ഗേറ്റിലൊക്കെ തന്നെ മാത്രമേ നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാനും ഒന്ന് ടോയ്ലറ്റിൽ പോകാനും ഒക്കെ ആയിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതിന് ഒന്ന് ഇറങ്ങാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ ഗ്ലാസ് ഒന്ന് താക്കുന്നത് തന്നെ റിസ്ക് ആയിരിക്കും. കാരണം ഇത് നമ്മൾ ആ ഒരു കാറിനുള്ളിലും ആനിമൽസ് ആ കാട്ടിൽ അവരുടെ ഇഷ്ടത്തിനുള്ള സ്വൈര്യവിഹാരം നടത്തുന്നൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ പോയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് മാനിനെയൊക്കെ ആയിരുന്നു. ആ ഒരു മാനെ കണ്ടപ്പോഴത്തേക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അതിനുശേഷം ഈ ഇംപാല എന്നൊക്കെ പറയുന്ന പല പല മാൻ്റെ വിഭാഗത്തിൽപ്പെട്ട പല ഇതിനെയും നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ റോഡ് ക്രോസ് ചെയ്തൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വളരെ സ്ലോയിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു നാഷണൽ പാർക്കിന് തന്നെ അവരുടേതായ ഒരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണിക്കും ഇതുപോലെ തന്നെ യാത്ര ചെയ്ത ആളുകൾ ഓരോ ആനിമൽസിനെ എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്തു എന്ന്. നമുക്കിപ്പോൾ നമ്മൾ കണ്ടത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ മറ്റുള്ളവരും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ബാക്കിയുള്ള ആളുകൾക്ക് ആ ആനിമൽസിനെ കാണാനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റും. അതിനുള്ളിൽ തന്നെ നമുക്ക് ഡയറക്ഷൻസും ഒക്കെ കാണിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ സീബ്രയൊക്കെയാണ് കണ്ടത്. നമ്മൾ സൂവിൽ പോയി ആനിമൽസിനെ കാണുന്നതും അവരുടെ കാട്ടിൽ പോയി അവരെ കാണുന്നതും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ആ ഒരു സൂവിൽ ആ ഒരു കേജിനുള്ളിൽ ആ ഒരു ആനിമൽസ് കിടക്കുന്നതിലും എന്ത് രസമാണ് അവരുടെ കാട്ടിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്. ഒരു സിംഹം ഉറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അതവിടെ ആ കാടിനുള്ളിൽ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടുതൽ വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. കുറേ നേരമായിട്ട് അതവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ മാനിൻ്റെ പല വിഭാഗത്തിലുള്ള പല പല ഇതിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ആപ്പിൽ നമ്മൾ ഒരു ലെപ്പേർഡ് അവിടെ ഉറങ്ങുന്നതായിട്ട് കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് പോയി. ഞാൻ ബൈനോക്കുലർ സൂം ചെയ്തിട്ട് അതിനകത്തൂടെ ഞാൻ ക്യാമറയിൽ കൂടെ എടുത്താണ് കണ്ടത്. അതിനുശേഷം നമ്മൾ എലിഫൻസിനെയാണ് കണ്ടത്. ആഫ്രിക്കൻ ആനകൾ നമ്മുടെ ആനകളെക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. അതിൻ്റെ ഷേപ്പിലാണെങ്കിലും വലുപ്പത്തിലാണെങ്കിലും. നമ്മൾ കുറച്ചൊന്ന് പേടിച്ചിട്ടാണ് ഈ ആനക്കൂട്ടത്തിൻ്റെ അവിടേക്കൊക്കെ പോയത്. നമുക്ക് അതിനുള്ള ചെറിയൊരു പണി കിട്ടിയെന്നും പറയാം. കാരണം നമ്മൾ ഇങ്ങനെ ആനക്കൂട്ടത്തെയൊക്കെ കണ്ട് പതുക്കെ അതുവഴി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് നമ്മൾ ആ ഒരു വഴിയിൽ നമ്മുടെ മുമ്പിലായിട്ട് കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളായി ഏറ്റവും പുറകിൽ. അപ്പം നമ്മളങ്ങനെ പോയപ്പോഴത്തേക്കും ഒരു ആനയാണെങ്കിൽ നമ്മുടെ പുറകേ പതുക്കെ വന്നു. നമുക്ക് മുമ്പിലേക്ക് പോകാനായിട്ട് ഫ്രണ്ടിൽ കുറേ വണ്ടികൾ കിടക്കുന്ന കാരണം നമുക്ക് പോകാനായിട്ടും പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഹോൺ അടിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് റിവേഴ്സ് എടുത്ത് പോകാനായിട്ടാണെങ്കിലും നമ്മുടെ പുറകിലാണ് ആ ഒരു ആനയുള്ളത്. അങ്ങനെ നമ്മൾ വളരെ പതുക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നപ്പോഴത്തേക്കും ആ ആന നടന്ന് നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകിലായിട്ട് തന്നെ എത്തി. അപ്പം അത് ഒരു 2 അടി പുറകോട്ട് വെച്ചിട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് കർത്താവേ വണ്ടി ഇപ്പോൾ കുത്തി മലർത്തി ഇടുമായിരിക്കും എന്നുള്ളത്. ഈ ഒരു ആനയാണ് കേട്ടോ നമ്മുടെ പുറകെ വന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഫ്രണ്ടിലത്തെ വണ്ടിക്കാരൊക്കെ പതുക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മളും അതിൻ്റെ പുറകെ പതുക്കെ പോയി. വീണ്ടും കുറച്ച് ആനിമൽസിനെയൊക്കെ കണ്ട ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ 4ാമത്തെ ദിവസം എത്തി. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിസ് ചെയ്ത സ്ഥലങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് നമ്മൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പം നമ്മൾ ആ 2ാമത്തെ ദിവസം നമ്മൾ കാരണം മിസ് ചെയ്ത ഗോഡ്സ് വിൻഡോയിലേക്കാണ് ഈ ഒരു പോകുന്നത്. അവിടെയും പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി വലിയ കാര്യമായിട്ട് ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. പോകുന്ന വഴിയിൽ മിസ്റ്റ് ഇല്ലായിരുന്നെങ്കിലും ആ ഒരു വ്യൂ ഫുള്ള് അത് കൊണ്ട് കവർ ചെയ്തിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. ഈ കാണുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ നോക്കിയിട്ട് കണ്ടത്. എനിവേ അവിടെ നിന്ന് സമയം ചിലവഴിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് ആ ഒരു റെയിൻ ഫോറസ്റ്റിലേക്ക് കയറി പോകാനായിട്ട് തീരുമാനിച്ചു. അവിടെയും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ സമയം ചിലവഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ 3 റൗണ്ടവേൾസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം കാണാനായിട്ട് 3 മലകളും അതിൻ്റെ പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പും. അതാണ് ഈ ഒരു 3 റൗണ്ടവേൾസ്. ആഫ്രിക്കക്കാരുടെ ഒരു കുടിലിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വരുന്നത്. അതുപോലെ തന്നെ പഴയൊരു മൂപ്പനും പുള്ളിയുടെ 3 വൈഫും ആണെന്നും പറയപ്പെടുന്നു. ഇതിന് മറ്റൊരു പേരുണ്ട്. അവിടെ നിന്നുള്ള ആ കാണുന്ന 3 കേട്ടോ ഈ 3 റൗണ്ടവേൾസ് എന്ന് പറയുന്നത്.
അവിടെ നിന്നുള്ള ഈ വ്യൂ എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമായിരുന്നു. നമുക്കെന്തോ ചെറിയ ഭാഗ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇതും കാണാൻ പറ്റിയത്. ഇതൊന്ന് മിസ്റ്റ് കൊണ്ട് കവർ ചെയ്തിരുന്നെങ്കിൽ ഇത് നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്ത് പോയേനെ. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു മാക് ഫോൾസ് പോകുന്ന വഴിക്കായിരുന്നു. അപ്പോൾ പിന്നെ അതും ജസ്റ്റ് നമ്മളൊന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ മിസ് ചെയ്ത ലോങ് ടോൺ ടൊബോഗൻ ചെയ്യാനായിട്ട് പോയി. അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു വണ്ടിയിൽ അവർ കയറ്റി നമ്മൾ ഏകദേശം ഒരു 1-2 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകും. അവിടെ നിന്നാണ് നമ്മളുടെ ഈ ഒരു ലോങ് ടോൺ ടൊബോഗൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് ചെറിയ പേടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആ കാണുന്ന അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ ആ ഒരു ഭയം പുറത്തേക്ക് വന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ തിരിച്ചു പോയിക്കോളാം, നിങ്ങൾ ഇതേൽ അങ്ങ് എത്തിക്കോളും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ എന്തായാലും അത് സമ്മതിച്ചില്ല. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് അത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ ഒരു തുടക്കം ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ധൈര്യം വന്നു. അത് ഞാൻ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു സമയത്താണ് ഞാൻ ഇതൊക്കെ ഒരു വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തേനെ. ഞാൻ തിരിച്ച് ചെന്നതിന് ശേഷം ബെൻസനോടാണെങ്കിലും ഞാൻ പറഞ്ഞു പോയി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ ബെൻസൺ എന്തോ ഇത് ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചെറിയ വളവുകളും കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ കയ്യിൽ ചെറിയൊരു ലിവറുണ്ട്, അതിൽ നമുക്കൊരു സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് ഒന്നെങ്കിൽ അത് അങ്ങേ അറ്റത്തേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ പോകും, ഇങ്ങേ അറ്റത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് അപ്ലൈ ആവും. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇത് ഏകദേശം 1.7 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും പോപ്പിയും ബെൻസനോട് ആ ഒരു പ്ലേ ഏരിയയിൽ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് ആണ് തിരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.